ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്കിൻ കെയർ റുട്ടീൻ ഫോർ കോമ്പിനേഷൻ സ്കിൻ ഇൻ ഇന്ത്യ. അതായത് നമ്മൾ ഇന്ത്യക്കാർക്ക്, അതായത് കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്ക് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്കിൻ കെയർ സ്റ്റെപ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീസെൻ്റ് ആയിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നുകാരുടെ ആ ഒരു സ്കിൻ കെയർ റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു ബേസിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി ആൻഡ് ഡ്രൈ, അപ്പോൾ ഇതിൽ കോമ്പിനേഷൻസ് ആണ് ഒരു കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരു പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം ഓവറായിട്ട് അവരുടെ സ്കിൻ ഓയിലി ടൈപ്പ് ആകുന്ന തരത്തിലും പാടില്ല, അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രൊഡക്ട്സിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കുന്ന ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസും പാടില്ല. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അവർ പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെ ഫസ്റ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്സ് പോലെ തന്നെ അവരും ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ജെൻറ്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, അതായത് നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസും കാര്യങ്ങളും പൊല്യൂട്ടൻസും അതോടൊപ്പം തന്നെ ജേംസും ബാക്ടീരിയാസൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലെൻസർ നമ്മൾ AM ആൻഡ് PM റുട്ടീനിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് മോർണിംഗ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ക്ലെൻസർ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ നൈറ്റ് ടൈമിൽ നമ്മൾ നമ്മുടെ PM റുട്ടീനിലും ക്ലെൻസേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി എക്സ്ഫോളിയേഷൻ പാടില്ല കേട്ടോ. നമ്മൾ വീക്ക്ലി ഒരു 1 അല്ലെങ്കിൽ 2 ടൈംസ് മാത്രം എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷന് മെയിൻലി നമ്മൾ എടുക്കേണ്ട ആ ഒരു ഇൻഗ്രീഡിയൻസ് വൈസ്, അതായത് കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് AHA ആൻഡ് BHA ഇൻക്ലൂഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള സ്ക്രബിങ്ങോ അല്ലെങ്കിൽ പീലിംഗ് സൊല്യൂഷൻസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് നാച്ചുറൽ ആൻഡ് യങ് ലുക്കിംഗ് ആക്കാനും ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ക്രബിങ് അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് വീക്ക്ലി 2 ടൈംസ് അല്ലെങ്കിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 1 പ്രാവശ്യമോ മാത്രം നിങ്ങൾ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്തു പോകുക. അതോടൊപ്പം തന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ക്ലെൻസിങ് സ്റ്റെപ്പിൽ നിങ്ങൾ ഒരു കാരണവശാലും ഹാർഷായിട്ട് ഭയങ്കര സ്പീഡിൽ അമർത്തി നമ്മൾ സ്ക്രബിങ് പോലത്തെ രീതിക്ക് ആക്കാൻ പാടില്ല. വളരെ ജെൻറ്റിലായിട്ട് സർക്കുലർ മോഷനിൽ അപ്വേർഡായിട്ട് വേണം നമ്മൾ മസാജ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ടോണിങ്, അതായത് ടോണർ യൂസ് ചെയ്യുക. അപ്പോൾ ടോണർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്കുള്ള ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനും സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു pH ബാലൻസ് ഒക്കെ നല്ല രീതിക്ക് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർ ഒരു ടോണർ തിരഞ്ഞെടുക്കുമ്പോൾ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോണേഴ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ടോണർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് കാമാക്കി വെക്കാനും നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് ഹെൽത്തിയർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടോണിക് സെക്ഷൻ കഴിയുമ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ നമ്മൾ സിറമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സിറം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടുള്ള സിറംസ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും വരുന്നതാണ്. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറംസ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ C സിറം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു 10% ഓഫ് കോൺസെൻട്രേഷനൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വൈറ്റമിൻ C സിറംസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പ്രൊഡക്ട്സ്, അതായത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ വ്യൂ പ്രൊഡക്ട്സിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സിറംസിനൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എസെൻസ്, അതായത് സിറംസ് ഓർ എസെൻസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫേഷ്യൽ ഓയിൽസ്, കുങ്കുമാതി തൈലം, അങ്ങനെയൊക്കെ നമ്മൾ പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള കുറേ അധികം പ്രൊഡക്ട്സ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൺസേൺ, അതായത് നോർമലി ഈ ഒരു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് വരുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ആക്നീസ് വരും കേട്ടോ. ആക്നീസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും ഓയിലി സ്കിന്നുകാരെ പോലെ തന്നെ. അപ്പോൾ അതിന് കൺസേൺ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഇഷ്യൂസ് എന്താണോ അതനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറംസും ഓർ എസെൻഷ്യൽ ഐറ്റംസ്, അതായത് എസെൻസ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മെയിൻലി നമുക്കൊക്കെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഡള്ളായിരിക്കും നമ്മുടെ സ്കിന്ന്. അപ്പോൾ ഡൾനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സ്കിൻ സിറംസ് ഓർ എസെൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ആണ്.
അപ്പോൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല മോയ്സ്ചറൈസേഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആൽക്കഹോൾ ഫ്രീ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുക. അതായത് ആൽക്കഹോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഒന്നുകൂടെ ഡ്രൈ ആവും, നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവും. ആക്ച്വലി ഈ ഒരു കോമ്പിനേഷൻ സ്കിന്നുകാർ എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് ഓയിലി ആൻഡ് അതോടൊപ്പം തന്നെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അവരുടെ സ്കിന്ന് ഓവറായിട്ട് ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ ഡ്രൈ ആവാത്ത വിധത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ടുള്ള നമ്മൾ ചൂസ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഗ്ലിസറിൻ അതോടൊപ്പം തന്നെ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി. മോയ്സ്ചറൈസിങ് റുട്ടീനും നമ്മൾ AM ആൻഡ് PM റുട്ടീനിൽ ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ടതാണ്. അതായത് മോർണിംഗ് റുട്ടീനിലും നൈറ്റ് റുട്ടീനിലും മോയ്സ്ചറൈസർ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സൺ പ്രൊട്ടക്ഷൻ. അതായത് നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ SPF ഫാക്ടർ നമ്മൾ നല്ല രീതിക്ക് നോക്കുക. അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എപ്പോഴും 50 or 50 എബോ ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ബോഡ് സ്പെക്ട്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ 2 മണിക്കൂർ കഴിയും തോറും നമ്മൾ സൺസ്ക്രീൻ നന്നായിട്ട് റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സൺസ്ക്രീനിൻ്റെ കാര്യം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് ഓയിലി അല്ലെങ്കിൽ ഡ്രൈ ആക്കാത്ത സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ സൺസ്ക്രീൻസിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ലിപ് ബാം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡേ ടൈമിൽ SPF 30 ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ലിപ് ബാംസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫേസ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ചുണ്ടിനും സൺ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് അതൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ്, അതായത് സൺസ്ക്രീൻസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ലിപ് ബാം ആണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി PM റുട്ടീനിൽ നമുക്ക് SPF ഫാക്ടർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം വേണ്ട, നല്ലൊരു മോയ്സ്ചറൈസേഷൻ അതോടൊപ്പം തന്നെ ഹൈഡ്രേഷനും നറിഷ്മെൻറ്റൊക്കെ നൽകുന്ന ലിപ് ബാംസ് യൂസ് ചെയ്താൽ മതി. ഇനി നമ്മുടെ സ്കിന്നിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത്, അതായത് ഫേസ് പാക്സ്, അതായത് ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫേസ് പാക്സ് ഓർ അതായത് ഹൈഡ്രേഷൻ മെയിൻലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ചാർക്കോൾ ബേസ് ആയിട്ടുള്ളത്, അതായത് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബാലൻസ് ചെയ്യാനും നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനും ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫേസ് പാക്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ സ്കിന്നിൽ. അതായത് നമ്മുടെ സ്കിന്നിൽ മസ്റ്റായിട്ടും ഈ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് എക്സാക്റ്റ് അവർ ഉദ്ദേശിക്കുന്ന പോലത്തെ ആ ഒരു ഗ്ലോ, സപ്പിൾ അല്ലെങ്കിൽ സ്മൂത്ത്നെസ്, യങ് ലുക്കിംഗ് ആയിട്ടുള്ള സ്കിൻ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ ചിന്തിച്ച് വരേണ്ടത്, അതായത് ഒരു സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങൾ മുന്നോട്ട് കടക്കും തോറും. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തണം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജങ്ക് ഫുഡ്സൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. ജങ്ക് ഫുഡ് മാത്രമല്ല ഒഴിവാക്കേണ്ടത്, നമ്മുടെ ഡെയിലി റുട്ടീൻ വൈസിൽ നമ്മൾ അഗ്രസീവായിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഫോമിങ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മളൊക്കെ മേക്കപ്പ് ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ മേക്കപ്പ് ഇടുന്ന കേസിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ക്ലെൻസിങ് ബാം യൂസ് ചെയ്തിട്ടുണ്ടാവണം. അതായത് പോഴ്സ് ഒക്കെ ക്ലോഗ്ഡ് ആകുമ്പോൾ ആക്നീസിൻ്റെ ഇഷ്യൂസ് ഓൾറെഡി കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസിങ് ബാം യൂസ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് വേണം നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് പറയേണ്ട കാര്യം, നിങ്ങളും ധാരാളം വെള്ളം കുടിക്കുക. നാച്ചുറൽ വേ ആണ് നമ്മുടെ ബോഡി നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ സ്കിൻ കെയർ റുട്ടീനിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ നൈറ്റ് റുട്ടീനിലായിക്കോട്ടെ നമ്മുടെ ഡേ റുട്ടീനിലായിക്കോട്ടെ നമ്മൾ ഒരു എന്താ പറയുക മസാജിങ് റോളറില്ലേ, അതായത് നമ്മുടെ ജാഡ് റോളർ പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ജാഡ് റോളേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് സിറംസ് ഓർ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ഒരു റോളർ യൂസ് ചെയ്യാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഞാൻ ടോണറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോണറിൽ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അലോവേര യൂസ് ചെയ്തോ കേട്ടോ. അലോവേര യൂസ് ചെയ്താലും നല്ല ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടോണറോ അല്ലെങ്കിൽ അലോവേരയൊക്കെ യൂസ് ചെയ്യുക. ആ ഒരു സ്റ്റെപ്പിൽ വിട്ടുപോയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നൈറ്റ് റുട്ടീനിലോ അല്ലെങ്കിൽ നമ്മുടെ ഡേ റുട്ടീനിലോ നമ്മൾ ജാഡ് റോളേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള പ്ലംപി ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് കോമ്പിനേഷൻ സ്കിന്നുകാർ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ട സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമ്മുടെ സ്കിൻ കൺസേൺസിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ, അതോടൊപ്പം തന്നെ എൻ്റെ സ്കിൻ കണ്ടീഷന്
ഇത് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാരുടെ സ്കിൻ കെയർ റുട്ടീൻസ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.